Welcome to my YouTube channel. I am Ashwati Andrews Adams World. ഇന്ന് ഞാൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സാധ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റിലേക്ക് കിടക്കാം. ഇതിനായി ആദ്യമായിട്ട് ഒരു 4 ഗ്രീൻ ചില്ലി, ഒരു 12 ചുവന്നുള്ളി, ഇഞ്ചി മീഡിയം സൈസ്, അതേപോലെ തന്നെ ഇവയെല്ലാം കൂടി ഒരു ഇടികല്ലിലിട്ട് ചതയ്ക്കണം, നല്ലവണ്ണം ചതച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഗ്രീൻ ചില്ലി നല്ലവണ്ണം, അതായത് ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോകരുത്, എന്നാൽ ചെറിയ മീഡിയം സൈസിൽ ഒന്ന് ചതയ്ക്കുക. ഇവ ചതച്ചിട്ട് ഇങ്ങനെ നല്ലവണ്ണം ചതച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു കുക്കറിൽ 1 കിലോ ബീഫ്, തീരെ ചെറുതാകരുത്, അത് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞതിനകത്തോട്ട് നമ്മൾ ചതച്ചു വച്ചതായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചേർക്കുക. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുക. കരിയാപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇളക്കാം, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അവ ചേർക്കുക. നല്ലവണ്ണം കൈകൊണ്ടാവുമ്പോൾ അത് നല്ലവണ്ണം അതിലേക്ക് പറ്റുന്നതായിരിക്കും. ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പുപൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്തു. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചു. ഞാൻ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓണാക്കി. ഇത് ആദ്യത്തെ വിസിൽ വരുന്നിടം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കണം. അതിനുശേഷം പിന്നീട് അത് ഒരു 3 വിസിലും കൂടി അടിച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്തിടാവുന്നതാണ്. ഇപ്പോൾ ഇത് 3 വിസിൽ കഴിഞ്ഞു. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരെണ്ണം, പിന്നീട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഈ വെയിറ്റൊക്കെ മാറ്റി ഈ നമ്മുടെ ഈ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് തുറന്നു. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ സ്റ്റേജ് ഇതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു നമുക്ക് തവയിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. വീണ്ടും ഞാനൊന്ന് ഗ്യാസ് സ്റ്റൗ ഓണാക്കി. ഒരു 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഞാനിതിലേക്ക് ചേർത്തു. എണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം ഇതിലേക്കിട്ടു. ഇപ്പോൾ ഞാൻ സവാളയുടെ കൂടെ നമ്മൾ ആദ്യം ചതച്ചു വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, ഇഞ്ചി, അതുകൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. സവാള കുറച്ചുകൂടി ഒന്ന് കളർ മാറണം. അപ്പോൾ നമുക്കതിലേക്ക് അടുത്ത മസാലകൾ ചേർക്കാവുന്നതാണ്. ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ഒരു 3-4 നമ്മുടെ ഏലക്ക ചതച്ചിടും. അപ്പോൾ ഒരു നല്ല സ്മെല്ലാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി എന്നിവയാണ്.
1 സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നു. ഇത് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്നതായ ബീഫ് ഇതിലേക്കെടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് എണ്ണ കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എണ്ണ കൂടുതൽ കഴിക്കാൻ വയ്യാത്തവരുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടേസ്റ്റിന് കുറച്ച് ചേർത്താൽ നല്ലതാണ്. ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതായ ബീഫ് ഈ മസാലയിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ടു. ഇനിയും ഉപ്പ് വേണ്ടവരുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉപ്പ് കൂടുതൽ ചേർക്കാവുന്നതാണ്. കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് തേങ്ങ എണ്ണയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് മിക്സ് ചെയ്തു. ഇനി ഇത് വരട്ടിയെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്ത് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് കുക്കറിൽ വയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. ഈ ബീഫിനകത്ത് അതിനാവശ്യമുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നിങ്ങൾ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിരിക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് കഴിക്കാനായിട്ട് ചോറിനും അതേപോലെ തന്നെ ഞാനെപ്പോഴും പൊറോട്ടയുടെ കൂടെ ഈ ബീഫ് ഉലർത്ത് കഴിക്കാറുണ്ട്. വളരെ സൂപ്പറാണ്. അതുപോലെ എക്സ്ട്രാ ഞാൻ ഇതിനകത്ത് ചേർത്തത് ഒരു 4 ഏലക്ക പൊടിച്ചാണ്. ആ തൊലിയോടുകൂടി പൊടിച്ചിടും. അപ്പോൾ നല്ലൊരു സ്വാദുമാണ്, അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.